ഇപ്പോൾ എന്നോടൊപ്പം ലതീഷ് കൂടി കോഴിക്കോടും ചേരുകയാണ് SFIയുടെ ഈ സമഗ്ര വിജയത്തെക്കുറിച്ച് സംസാരിക്കാനായി. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഇലക്ഷൻ നടന്ന 202 കോളേജുകളിൽ 127 നേടിയാണ് SFIയുടെ വലിയ ആധിപത്യം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാണാൻ കഴിഞ്ഞത്. SFIയുടെ വൻ വിജയം, അതിൻ്റെ ആഘാതം ചെന്ന് കൊള്ളുന്നത് MSFിലേക്കും KSUവിലേക്കുമാണ്. പരസ്പരം ചേരിതിരിഞ്ഞ് അടിക്കുന്ന രീതിയിലേക്ക് MSF വർഗീയ സംഘടനയാണ് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന KSU കുട്ടികളെ, KSUവിന്റെ പ്രവർത്തകരെ നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു എന്നതാണ് ഈ വിജയത്തിന്, SFIയുടെ വിജയത്തിന്റെ ബാക്കി പത്രമായി പറയാൻ പറ്റുന്നത്. അതായത് UDFിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിടും ഈ വിഷയം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മനു, ഗുഡ് മോർണിംഗ്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട KSU MSF തർക്കമാണ് ഈ നിലയിലേക്ക് എത്തിയത്. അത് കോളേജ് ക്യാമ്പസുകളിലേക്ക് കൂടി എത്തി എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ് ഇത്തരത്തിലുള്ള കോലാഹലങ്ങളും അല്ലെങ്കിൽ പോർവിളികളും, പരസ്പരമുള്ള പോർവിളികൾ കോഴിക്കോടും വയനാടും പാലക്കാടുമെല്ലാം നമ്മൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വൈകിട്ടോടുകൂടിയും രാത്രിയുമൊക്കെ കണ്ട പ്രകടനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ സ്ഥാനം KSUവിന് നൽകാതെ MSF പിടിച്ചെടുക്കുകയായിരുന്നു. ഇതിൽ വലിയ പ്രതിഷേധം KSUവിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായി. എന്നാൽ മുസ്ലിം ലീഗിൻ്റെയും മറ്റും സമ്മർദ്ദം ശക്തമായതോടെ ചെയർമാൻ സ്ഥാനം KSUവിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. MSFന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പല കോളേജുകളിലും MSF KSU ധാരണ തെറ്റുന്ന സാഹചര്യത്തിലേക്ക് വരെ പോയി പരസ്പരം പോർവിളി ഉയരുന്ന ഘട്ടമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായാണ് ഇത്തവണയും പല കോളേജുകളിലും മുന്നണി ധാരണകൾ തെറ്റിച്ചുകൊണ്ട് ഇവർ പരസ്പരം മത്സരിക്കുകയും പരസ്പരം പോർവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വിജയമാണ് SFI നേടിയത്. അതിൽ 202 കോളേജുകളിലാണ് സംഘടനാപരമായി തിരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 127 കോളേജുകൾ SFI വിജയിച്ചു വരാൻ കഴിഞ്ഞു. 35 കോളേജുകൾ UDSF, KSU, MSF സഖ്യത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാനും ഇത്തവണ SFIക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും ആകെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്: തൃശ്ശൂർ ജില്ലയിൽ 32 കോളേജുകളിൽ 30 കോളേജുകളിലും SFI ആണ് വിജയിച്ചത്. പാലക്കാട് 32-ൽ 25 SFI വിജയം നേടി. മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായും MSFന് കുറച്ച് സ്വാധീനം കൂടിയ ജില്ലയാണ്. അവിടെ 73 കോളേജുകളിൽ 30 കോളേജുകൾ SFI വിജയിച്ചു. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ 49-ൽ 31 കോളേജുകളാണ് SFIക്ക് വിജയിക്കാനായത്. വയനാട് ജില്ലയിൽ 16-ൽ 11 SFI വിജയിച്ചു. ഇതിൽ തന്നെ 2 സംഭവങ്ങളാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ മാധ്യമങ്ങളിലും എല്ലാം വലിയ വാർത്തയായി വന്നത്. അത് ഒന്ന്, കോഴിക്കോടുള്ള മനു നേരത്തെ സൂചിപ്പിച്ച ഒരു ബാനറാണ്. ആ ബാനറിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ മുദ്രാവാക്യത്തിൽ, KSU വിളിച്ച മുദ്രാവാക്യത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. മതേതരത്വം വിജയിച്ചു, MSF തോറ്റു, മതേതരത്വം വിജയിച്ചു എന്നാണ് കൊടുവള്ളി KMO കോളേജിൽ ഉയർത്തിയ ബാനറിൽ KSU വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ പ്രകടനത്തിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ മുദ്രാവാക്യം. അവിടെ 8-ൽ 7 സീറ്റും നേടിയാണ് MSFിൽ നിന്നും KSU യൂണിയൻ പിടിച്ചെടുത്തത്. ആ പിടിച്ചെടുത്ത ശേഷം അവർ നടത്തിയ പ്രകടനത്തിലാണ് ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നത്. MSF എന്താണ് ക്യാമ്പസുകളിൽ നടത്തുന്നത് എന്ന് മറ്റാരുമല്ല വിളിച്ചു പറയുന്നത്, KSU തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അതിനവർ തയ്യാറാകേണ്ടി വന്നു. അതിനവർക്ക് സാഹചര്യം ഒരുക്കിയത് MSFിൻ്റെ വർഗീയ രാഷ്ട്രീയം തന്നെയാണ്. കാരണം മതം പറഞ്ഞുകൊണ്ട് മാത്രമാണ് MSF ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നതെന്ന് SFI പോലുള്ള സംഘടനകൾ പല കാലങ്ങളായി പറയുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് മുസ്ലിം ലീഗിൻ്റെയും മറ്റും MSFിൻ്റെയും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ KSUവിന് തന്നെ അത് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം കോഴിക്കോട് കൊടുവള്ളി KMO കോളേജിൽ ഇന്നലെ ഉണ്ടായി. നമുക്കറിയാം, കൊടുവള്ളി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അട്ടിമറി വിജയം MSFിൽ നിന്ന് KSU ഭരണം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ 2 MLAമാർ ഇനി നിയമസഭ കാണില്ല എന്ന് മുദ്രാവാക്യവും ബാനറും ഉയർത്തിയത് MSFിൻ്റെ കുട്ടികളാണ്. MSFിൻ്റെ പ്രകടനത്തിലാണ് WMO കോളേജ്, മുട്ടിൽ WMO കോളേജിലാണ് അത്തരമൊരു പ്രകടനം വിദ്യാർത്ഥികളുടെ MSFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് KSUവിൻ്റെ കുട്ടികളെ നിലക്കി നിർത്താൻ ഈ 2 MLAമാരും തയ്യാറാകണം. ഇല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ നിന്നും അതേപോലെ തന്നെ ബത്തേരിയിൽ നിന്നും ഈ 2 MLAമാരും IC ബാലകൃഷ്ണനും T സിദ്ദിഖും നിയമസഭ കാണില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രതിഷേധം അവിടെ ഉണ്ടായി. മണ്ണാർക്കാട്, അതായത് പാലക്കാട് മണ്ണാർക്കാട്
MES കല്ലടി കോളേജിലാണ് KSUവിനെതിരെ MSFന്റെ മുദ്രാവാക്യം ഉണ്ടായത്. മുന്നണി മര്യാദ പാലിക്കാതെ KSU SFIയെ സഹായിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് അവിടെ ഉയർന്നത്. 10 വർഷത്തിന് ശേഷം യൂണിയൻ ഭരണം, കല്ലടി MES കോളേജിൻ്റെ യൂണിയൻ ഭരണം SFIക്ക് ലഭിക്കാനിടയായ സാഹചര്യം അത് KSUവിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്നാണ് MSF ആരോപിക്കുന്നത്. ആ നിലയിൽ KSU രാഷ്ട്രീയ വ്യഭിചാരമാണ് നടത്തിയതെന്നാണ് അവിടെയുള്ള MSF നേതാവ് സഫ്വാൻ ആലമുളി ഇന്നലെ പറഞ്ഞത്. ആ തരത്തിൽ SFI വലിയ വിജയം നേടിയപ്പോൾ KSU MSF സഖ്യത്തിൽ കാര്യമായ പോറലേറ്റു. അതിൽ പരസ്പരം പോരടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ലതീഷ്. ലതീഷാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും ആ തെരഞ്ഞെടുപ്പിന്റെ SFIയുടെ ജയത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്.